നമസ്കാരം. GB ഫാംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഹരിയാന, UP, പഞ്ചാബ് ഭാഗങ്ങളിൽ നിന്നാണ് GB ഫാംസ് പോത്തുകുട്ടികളെ കളക്ട് ചെയ്യുന്നത്. ആ പോത്തുകുട്ടികളെ നമ്മുടെ ഉത്തർപ്രദേശ് മുസാഫർ നഗറിലുള്ള ഫാമിൽ നിർത്തി അതിനാവശ്യമായ പരിചരണങ്ങളെല്ലാം നൽകി വിൽപ്പനയ്ക്ക് യോഗ്യമായ കുട്ടികളെ മാത്രമാണ് GB ഫാംസ് മുസാഫർ നഗറിലുള്ള ഫാമിൽ നിന്ന് നമ്മളുടെ മാളയിലുള്ള ഫാമിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇത്തവണ പർച്ചേസ് ചെയ്തിരിക്കുന്ന പോത്തുകുട്ടികളുടെ വീഡിയോ നമുക്കൊന്ന് കാണാം. ഇതാണ് ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലെ പോത്തുചന്ത. ഈ ചന്ത നമ്മുടെ GB ഫാംസ് മുസാഫർ നഗറിൻ്റെ വളരെ അടുത്താണ്. ഈ ചന്തയുടെ പല വീഡിയോയും നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാവുന്നത് പോലെ തന്നെ ധാരാളം പോത്തുകുട്ടികൾ ഈ ചന്തയിൽ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ക്വാളിറ്റിയുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുവാനായിട്ടാണ് GB ഫാംസിൻ്റെ ടീമുകൾ ഇന്ന് ചന്തയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ചന്ത നല്ല രീതിയിൽ നിറഞ്ഞിട്ടുണ്ട്. ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും പഞ്ചാബിൽ നിന്നുമുള്ള കുട്ടികൾ ധാരാളമായി ചന്തയിൽ എത്തിയിട്ടുണ്ട്. ബക്രീദ് കാരണം 200 കിലോയ്ക്ക് മുകളിലുള്ള കുട്ടികൾ ചന്തയിൽ ഇന്ന് വളരെ കുറവാണ്. എത്ര അധികം കുട്ടികൾ ഉണ്ടെങ്കിലും ഏറ്റവും ക്വാളിറ്റിയുള്ള കുട്ടികളെ മാത്രമേ GB ഫാംസ് വാങ്ങാറുള്ളൂ. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഒരൊറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ ഒരു ലോഡല്ല 2-3 ലോഡ് കുട്ടികളെ വണ്ടിയിൽ നിറച്ച് കേരളത്തിലേക്ക് എത്തിക്കാൻ GB ഫാമിന് സാധിക്കും. പക്ഷേ ഒരു ചന്തയിൽ നിന്ന് 10 കുട്ടികളിൽ കൂടുതൽ GB ഫാംസ് ഒരിക്കലും പർച്ചേസ് ചെയ്യാറില്ല. കാരണം ഏറ്റവും ക്വാളിറ്റിയുള്ള കുട്ടികളെ മാത്രമാണ് ചന്തകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഫാമിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഓരോ കുട്ടിയുടെയും കാൽപ്പൊക്കം, ഇടനീളം, അതുപോലെ തലയുടെ സൈസ്, വാലിൻ്റെ ഇറക്കം, മൊത്തത്തിൽ കുട്ടികളുടെ ഒരു ലുക്ക്, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് GB ഫാംസ് എന്നും പോത്തുകുട്ടികളെ പർച്ചേസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള കുട്ടികളെ മാത്രമേ കേരളത്തിലെ GB ഫാമിലേക്ക് നമ്മൾ എത്തിക്കാറുള്ളൂ. ഇന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന എല്ലാ കുട്ടികളെയും നിങ്ങൾക്ക് കൃത്യമായി കാണാം. കുട്ടികളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതുപോലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികളെ മാത്രമേ GB ഫാംസ് സെലക്ട് ചെയ്യുന്നുള്ളൂ. GB ഫാംസ് മുസാഫർ നഗറിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നമ്മൾ പർച്ചേസ് ചെയ്ത കുട്ടികളും ഈ കൂട്ടത്തിലുണ്ട്. ഇന്ന് വന്നിരിക്കുന്ന കുട്ടികളുടെ എല്ലാവിധ കെട്ടുപാടുകളും അഴിച്ച് നമ്മൾ ഈ കൂട്ടത്തിലേക്ക് തന്നെ അവരെ വിടുകയാണ്. ധാരാളം ഭക്ഷണവും വെള്ളവും ശുദ്ധവായുവും കിട്ടുന്ന രീതിയിലാണ് ഈ കൂട് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും, ഒരു എരുമക്കുട്ടിയും ഈ കൂട്ടത്തിൽ ഉണ്ട്. ഏകദേശം എല്ലാ കുട്ടികളുടെയും ഉയരം ഒരേപോലെയാണ്. ഒന്നോ അതിലധികമോ ദിവസം ആയി യാത്ര ചെയ്യുന്ന പോത്തുകുട്ടികൾ ക്ഷീണിതരാണ്. അവർ ഭക്ഷണം ആദ്യം തന്നെ വയറു നിറയെ കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അതിനുശേഷം വിശ്രമിക്കുന്നു. ഇന്നും ഇന്നലെയും ഒഴികെ വാങ്ങിയ കുട്ടികൾ എല്ലാം യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നവയാണ്. ഡോക്ടറുടെ പരിശോധന കഴിഞ്ഞവയാണ്. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോടു കൂടിയാണ് അവർ യാത്ര തുടരുന്നത്. യാത്ര ചെയ്യുന്ന എല്ലാ പോത്തുകുട്ടികൾക്കും ആവശ്യമായ ഭക്ഷണവും വെള്ളവും അവർക്ക് ആവശ്യമായ വിശ്രമവും നമ്മൾ ഫാമിൽ ഉറപ്പുവരുത്തുന്നു. ആവർത്തന വിരസത ഒഴിവാക്കുന്നതിനായും വാഹനങ്ങളുടെയും നമ്മളുടെ മൊത്തം ലോഡിൻ്റെയും സുരക്ഷ പരിഗണിച്ച് ഈ വീഡിയോയിൽ ലോഡ് ചെയ്യുന്ന വീഡിയോ
നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം വഴിയിൽ ധാരാളം പ്രശ്നങ്ങൾ പോത്തുമായി വരുന്ന വാഹനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സീസണിൽ അത് അല്പം കൂടുതലുമാണ്. പലപ്പോഴും വാഹനങ്ങൾ പിടിച്ചു വയ്ക്കുകയും വലിയ ഒരു തുക മോചനദ്രവ്യമായി ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഗോ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്ന ഗുണ്ടകളുടെ ആക്രമണം വഴിയിൽ കേരളത്തിലേക്ക് പോത്ത് കൊണ്ടുവരുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ബക്രീദ് സീസൺ അവർക്ക് പൊതുവെ ചാകരക്കാലമാണ്. സ്ഥിരമായി പൈസ വാങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിലും ബക്രീദ് സീസണിൽ കൂടുതൽ വ്യക്തികൾ ഈ ഗോസംരക്ഷണ ഗുണ്ടാപ്പണിയിലേക്ക് കടന്നു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 8 കൊല്ലത്തെ അനുഭവം അതുതന്നെയാണ് തെളിയിക്കുന്നത്. ബക്രീദ് സീസണിൽ പൊതുവെ പോത്തുകുട്ടികൾക്ക് വില ഉയരാറുണ്ട്. ഇറച്ചി ആവശ്യത്തിന് കൂടുതൽ വലിയ പോത്തുകൾ കട്ട് ചെയ്ത് പോകുന്നതാണ് പ്രധാന കാരണം. രണ്ടാമതായി കൂടുതൽ ഗുണ്ടാസംഘങ്ങൾ വഴിയിൽ നിലയുറപ്പിക്കുന്നതിനാൽ അവർ ഈ ഒരു വ്യവസായത്തിന് ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. പലപ്പോഴും കർഷക സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോത്ത് വാങ്ങുന്ന ഈ സീസണിൽ വില ഉയരാൻ കാരണം? ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. പലപ്പോഴും ഈ ഗുണ്ടാസംഘങ്ങളുടെ പിടിയിലകപ്പെടുന്ന വാഹനങ്ങൾ കോടതി മുഖാന്തിരമാണ് വിട്ടുകിട്ടുക. അപ്പോഴേക്കും കുറേ വൈകിയിരിക്കും. നമ്മളുടെ പോത്തുകുട്ടികളെല്ലാം ഏതെങ്കിലും ഒരു ഗോശാലയിൽ തീറ്റയും വെള്ളവും യഥാസമയം കിട്ടാതെ ക്ഷീണിച്ച് അവശരായിട്ടുണ്ടാകും. നമ്മളുടെ വാഹനം വിട്ടുകിട്ടുന്നതിനായി വീണ്ടും നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. ഇതെല്ലാം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പോത്തുകുട്ടികളുടെ വിലവർധനവിലേക്ക് നയിക്കുന്നു. ഭാരതം എത്രയൊക്കെ വികസിച്ചു എന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായി വഴിയിൽ ഹൈവേകളിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് യാതൊരു അറുതിയുമില്ല. ഗുണ്ടാസംഘങ്ങളുടെ അനധികൃത പണപ്പിരിവും ആർത്തിമൂത്ത ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ കൈക്കൂലിയും കൂടിയാകുമ്പോൾ ഈ ഒരു വ്യവസായത്തിൻ്റെ തകർച്ച പൂർണ്ണമാകുന്നു. കാർഷിക വ്യവസായത്തിൻ്റെ നട്ടെല്ലൊടിക്കുന്ന ഇത്തരം പ്രവണതകൾക്ക് അറുതി വന്നേ പറ്റൂ. പക്ഷേ ദൂരവ്യാപകമായി പോലും പ്രതീക്ഷയുടെ ഒരു വെള്ളി വെളിച്ചം നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ക്വാളിറ്റിയുള്ള പോത്തുകുട്ടികളെ കർഷകരിലേക്ക് എത്തിക്കുവാൻ GB ഫാം എന്നും പ്രതിജ്ഞാബദ്ധമാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷവും ഇനി വരുന്ന വർഷങ്ങളിലും GB ഫാം ഇതേ പ്രതിജ്ഞ നിറവേറ്റും. ഇക്കൊല്ലവും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയായ കിലോയ്ക്ക് 160 രൂപയ്ക്കാണ് GB ഫാം പോത്തുകുട്ടികളെ വിൽക്കുന്നത്. പുറമെ ബാക്കി കച്ചവടക്കാർ 175 180 രൂപ ഈടാക്കുന്ന സ്ഥാനത്താണ് അത് എന്ന് ഓർക്കണം. GB ഫാമിൽ നിന്ന് പോത്ത് വാങ്ങുന്ന ഒരു ശരാശരി കർഷകൻ ലാഭിക്കുന്നത് ഒരു പോത്തുകുട്ടിയിൽ ഏകദേശം 1500 മുതൽ 2000 രൂപ വരെയാണ്. ആ പോത്തുകുട്ടിയെ വളർത്തി അവർക്ക് ലാഭം ലഭിക്കുന്നത് കൊണ്ടാണ് അവർ വീണ്ടും GB ഫാമിനെ തന്നെ അടുത്ത കുട്ടിക്ക് വേണ്ടിയും ആശ്രയിക്കുന്നത്. ഓരോ വർഷവും GB ഫാമിൽ വർദ്ധിച്ചു വരുന്ന കർഷകരുടെ ഈ അഭൂതപൂർവമായ തിരക്ക് തന്നെ അതിന് തെളിവാണ്. കൃത്യം 7:30 മണിക്ക് ആരംഭിക്കുന്ന വിൽപ്പന 1 മിനിറ്റിനുള്ളിൽ തന്നെ അവസാനിക്കുന്നത് അതിൻ്റെ മറ്റൊരു തെളിവാണ്.
ഫാമിൽ എത്തുന്ന എല്ലാവരും പോത്തുകുട്ടികളുമായി തിരിച്ചു പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ പലപ്പോഴും അത് സാധിക്കാറില്ല. ഫാമിലുണ്ടാകുന്ന തിരക്ക് വളരെ കൂടുതലാണ്. GB ഫാമിൽ പോത്ത് വാങ്ങാൻ എത്തുന്ന ഓരോ കർഷക സുഹൃത്തുക്കളും ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. GB ഫാംസിൻ്റെ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ ഓരോ കമൻറ്റിനും പേഴ്സണലി ഞാൻ തന്നെ മറുപടി പറയുന്നതായിരിക്കും. പോത്തു വ്യാപാര രംഗത്തെ പുത്തൻ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.